ഹായ് ഹോൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഡ്രോയിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ ബിഗിനിങ്ങേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രോയിങ് ആണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഡ്രോയിങ് ബുക്ക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 ഭാഗവും ഞാൻ മാസ്കിംഗ് ടാപ്പ് എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് കുറച്ച് വൈറ്റ് കളറാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിങ്ക് കളർ കൊടുക്കുന്നുണ്ട്. പിങ്ക് ഇല്ല എങ്കിൽ റെഡിലേക്ക് കുറച്ച് വൈറ്റ് കൂടെ ചേർത്താൽ മിക്സ് ചെയ്താൽ പിങ്ക് ആകും. അപ്പോൾ ഇതൊന്നായിട്ട് എല്ലാം ഒന്ന് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിനിടയിൽ ക്യാമറ ഒന്ന് ചെരിഞ്ഞു പോയി. അപ്പോൾ എനിക്ക് ആ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇതുപോലെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുകളിൽ വെള്ളയും അതുപോലെ താഴേക്ക് വരുന്നതിനനുസരിച്ച് കളർ കൂടി വരികയുമാണ് ചെയ്യേണ്ടത്. പിങ്ക് കൊടുത്തതിന് ശേഷം കുറച്ച് വയലറ്റ് ആട്ടോ ചേർക്കുന്നത്. വയലറ്റ് കുറച്ച് മാത്രം മതി, 2-3 ഡ്രോപ്പായിട്ട് മാത്രം മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് ഒരു പകുതിയാകുന്നത് വരെ നമുക്ക് ഇതുപോലെ വൈറ്റ്, പിങ്ക്, അതിലേറെ കുറച്ചുകൂടി ഡാർക്കായിട്ട് അതുപോലെ അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അടിയിലേക്ക് വരുന്നതിനനുസരിച്ച് കുറച്ച് വൈറ്റ് കൂടെ ചേർത്തിട്ട് നമ്മൾ മുകളിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഒരു ബ്ലൂവിലേക്ക് കുറച്ച് വൈറ്റ് കൂടെ ചേർത്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എല്ലാവർക്കും ചെയ്യാം. ഡ്രോയിങ് അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അതുപോലത്തെ ഒരു സിമ്പിൾ ഡ്രോയിങ് തന്നെ ആട്ടോ ഇത്. പിന്നെ എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി അമർത്തിയാൽ ഞാൻ പിന്നീട് ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എൻ്റെ ഗ്രാഫിൽ നോക്കിയാൽ എനിക്ക് കാണാം കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് ഉള്ളത് എന്ന്. അപ്പോൾ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റാക്കി അറിയിക്കാനും മറക്കരുത്. നമുക്കിത് താഴേക്ക് വരുന്നതിനനുസരിച്ച് ഒന്ന് ഡാർക്ക് കളറാക്കി കൂട്ടി കൊടുക്കാം. ബ്ലൂവിലേക്ക് കുറച്ച് വൈറ്റ് കൂടി ചേർത്താൽ ഈ ഒരു ഷെയ്ഡിങ് കിട്ടും കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് സ്കൈ ബ്ലൂവിൻ്റെ കളറാട്ടോ. ഇതിന് മുൻപേ ഇട്ട വീഡിയോയിൽ ഞാൻ ഡ്രോയിങ്ങിൻ്റെ വീഡിയോ തന്നെയായിരുന്നു ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കമൻറ്റിൽ താഴെയായിട്ടൊരു കമൻറ്റ് വന്നിട്ടുണ്ട്, ടോട്ടോ കുറച്ച് കൂടുതലാണ്, അത് കുറക്കാനിട്ടോ എന്ന്. അപ്പോൾ ഞാൻ ഇതിൽ പരമാവധി കുറച്ചിട്ടുണ്ട്. എനിക്ക് അതൊരു ശീലമായതാണ്, അതുകൊണ്ടാണ് ഇതിൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ഇടയിലൊക്കെ ടോട്ടോ വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ ഇതിന് മുൻപത്തെ ഡ്രോയിങ്ങിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഞാൻ ബ്ലാക്ക് കളർ ആട്ടോ കൊടുക്കുന്നത്. ഒരു മണ്ണ് പോലെ അതുപോലെ നിലം പോലെയൊക്കെ ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെരിച്ചും അങ്ങനെയൊക്കെ ആയിട്ടാട്ടോ ഞാനിത് വരക്കുന്നത്. ഇനി ഞാൻ ഇവിടെ വരക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഒരു വൈറ്റ് പേപ്പറിലേക്ക് വരച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഡ്രോയിങ് ചെയ്തെടുക്കാം. ഇത് ബ്രഷ് ചെയ്ത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തോന്നിയത് കൊണ്ട് ഇങ്ങനെ ചെയ്തെടുത്താൽ കേട്ടോ. നമുക്ക് ബ്രഷ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത്. നല്ല ഡ്രോയിങ്ങൊക്കെ അറിയുന്നവർക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ. എന്നിട്ട് ഇതിൻ്റെ ഈ കട്ട് ചെയ്ത ഭാഗത്തായിട്ട് ബ്ലാക്ക് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ട് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പെയിൻറ്റ് തെന്നി വന്നിട്ടുണ്ട്. അത് ഞാൻ മെല്ലെ ബ്രഷ് കൊണ്ട് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. പോയിൻ്റ് ബ്രഷ് എടുത്ത് ഒന്ന് സ്മൂത്താക്കി എടുത്താൽ മതി. മൂന്ന് വരക്കാൻ ഞാനൊരു കുപ്പിയുടെ അടപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് കളറ് ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് അടയാളം കിട്ടാൻ വേണ്ടി. എന്നിട്ട് കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് കയ്യിൽ കുറച്ച് വൈറ്റ് എടുത്തിട്ട് ബ്രഷ് ചെയ്തെടുക്കുകയാണ്. ബ്രഷ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനൊരു കറക്റ്റ് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. നമുക്ക് ആ പിങ്ക് കളറും അതുപോലെ വൈറ്റും എല്ലാം ഇതും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മൂണിനെ എങ്ങനെ കാണുന്നു അതുപോലെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ ചെയ്യുന്നത്. ഇനി മരത്തിൻ്റെ ചില്ലകളാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ മൂണൊന്ന് ഉണങ്ങിയതിന് ശേഷം ആ വൈറ്റ് കളറ് ഉണങ്ങിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന്മേൽ കൂടെയും ചെല്ലുന്നുണ്ട് ഈ എന്താ പറയുക ചില്ലകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഉണങ്ങിയിട്ട് ചെയ്യാം. ഇതുപോലെ കുറച്ച് ചില്ലകളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇലകളും വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബ്ലാക്ക് കളറായിട്ട് തന്നെ ഇലകളും ചെയ്തെടുക്കുന്നത്. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇതിൽ 2 കിളികളെ ഞാൻ വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഡ്രോയിങ് ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റായി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാസ്കിൻ ടാപ്പൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഒന്ന് ശ്രദ്ധിച്ച് ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. എനിക്ക് തന്നെ ഇവിടെ ഒന്ന് ചെറുതായിട്ടൊരു കീറിപ്പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പിക്ചർ എന്താണ്. അപ്പോൾ എല്ലാവർക്കും ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ